ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് വ്ളോഗ് പാർട്ട് 1 കണ്ടു കാണും. ഇത് പാർട്ട് 2 ആണേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദേരയിലാണ്. ദേരയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. സോ അവൻ ഹീസ് ഫ്രം ഡൽഹി ആക്ച്വലി. സോ അവനറിയാം ഒരുപാട് ചാറ്റൊക്കെ കിട്ടുന്ന സ്ഥലം എവിടേക്കാണ്. അപ്പം അവൻ ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചാറ്റുണ്ട്, ദഹിപൂരി, പിന്നെ കച്ചോരി, പാനിപൂരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുൾ പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോയി. അവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്. അതിലൊരു കടയിൽ ഞങ്ങൾ കയറിയിട്ട് കുറേ ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ ഓരോന്നോരം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് നമുക്ക് വെയ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങാം. സോ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തു, 500 grams ഈച്ച് വെച്ച് എടുത്തു. പിന്നെ ഇങ്ങനെ ക്യാൻസലായിട്ട് കുറേ ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ചോക്ലേറ്റ് ഉണ്ട്, നട്ട്സിൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റ്സ് ഉണ്ട്, കാരമൽ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ നാട്ടിലൊക്കെ കാണുന്ന കുറേ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, മാംഗോ, കിവി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, കുറേ എനിക്കറിയാത്ത കുറേ സീഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. സോ ഞാൻ കുറച്ച് കാഷ്യൂസും ഡേറ്റ്സും പിന്നെ കുറച്ച് ബദാമും ഒക്കെ വാങ്ങി. പിന്നെ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടുള്ള ചോക്ലേറ്റ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. ഇതൊക്കെ കാണുന്നത് ഡേറ്റ്സിൻ്റെ ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സിൽ ചോക്ലേറ്റ് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. ഇതൊക്കെ പിന്നെ ഓരോ ഫ്ലേവർ, മിൽക്ക് ഫ്ലേവർ, കോക്കനട്ട് ഫ്ലേവർ, പിന്നെ കാരമൽ, പിസ്ത, ഇലാച്ചി, അങ്ങനെ ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. നാട്ടിലൊക്കെ പോകുന്നവർക്ക് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇവിടെ. ദേരയിൽ ഇഷ്ടം പോലെ കടകളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയാൽ നല്ല ക്വാളിറ്റിയുള്ള പല വെറൈറ്റീസും അവർ കാണിക്കും. ഇപ്പോൾ അതായത് ആൽമണ്ട്സിൽ തന്നെ ചെറുതുണ്ട്, വലുതുണ്ട്, മീഡിയം സൈസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിഫറൻസ് ചെയ്തിരിക്കും അതിൻ്റെ റേറ്റ്സൊക്കെ. നമുക്ക് വേണ്ടുന്നത് നോക്കി നമുക്ക് എടുക്കാം. പിന്നെ കുറേ ബൾക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ്സൊക്കെ മേടിക്കുമ്പം നല്ല റേറ്റിൽ നമുക്ക് കിട്ടും ഇവിടെ. ലൂസ് ചോക്ലേറ്റ്സ് അല്ലാതെ നമ്മുടെ പാക്ഡ് ചോക്ലേറ്റ്സും ഉണ്ട്. അതായത് ക്വാളിറ്റി സ്ട്രീറ്റ് ഉണ്ട്, കിൻഡർ ജോയുടെ ഉണ്ട്, സ്നിക്കേഴ്സ്, ബൗണ്ടി, അങ്ങനെ എല്ലാ തരം ചോക്ലേറ്റ്സും കിട്ടും. കൂടാതെ അവരുടെ തന്നെ ഇങ്ങനത്തെ കുറേ ലോക്കൽ ചോക്ലേറ്റ്സും നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ആവശ്യപ്പെട്ട കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. ഞാൻ ഇങ്ങനെ പല ചോക്ലേറ്റ്സും മിക്സ് ആയിട്ടാണ് വാങ്ങാറ്. ഒരെണ്ണം തന്നെ അങ്ങനെ വാങ്ങുമ്പോൾ അത് ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ വെറൈറ്റി വേണം. ഇങ്ങനെ പെർഫ്യൂംസ് ഉണ്ട്, എല്ലാം ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഷോപ്പിങ്ങിന് വന്ന് നമുക്ക് പലയിടത്ത് പോകാൻ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിൽ കയറിയാൽ തന്നെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പെർഫ്യൂംസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ലഗേജ് ബാഗ്സും വരെ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹാൻഡി ആയിട്ട് ക്വിക്കായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ക്യാൻഡീസ് ഉണ്ട്, ഓരോ ഫ്ലേവർ, മിൻറ്റ് ഫ്ലേവർ, ആ ഫ്ലേവർ. ബാക്കിൽ കാണുന്നത് ഫുൾ സ്പൈസസ് ആണ്. സ്പൈസസും ഉണ്ട് ഇവിടെ, റേസിൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. മസ്ക് മെലൺ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇലച്ചി ഉണ്ട്, ക്ലോവ് ഉണ്ട്, കുറേ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് ഞാൻ പിന്നെ ലാസ്റ്റിലൊരു ഫ്ലാക്സ് സീഡും കൂടി എടുത്തു. ഞാൻ കുറേ നാളായിട്ട് ഫ്ലാക്സ് സീഡ്സ് തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഞാൻ അതും വാങ്ങി. പിന്നെ ഒക്കെ നോക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളും അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഹാൻഡ് ബാഗ്സ്, ചോക്ലേറ്റ്. മെയിനായിട്ട് നമ്മളിവിടെ വന്നത് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും മേടിക്കാൻ വേണ്ടി തന്നെയാണ്. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ നമ്മളത് വാങ്ങി. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട്, മോസ്റ്റ്ലി ഇന്ത്യൻസ് ആയിരുന്നു ആ കടയിൽ. ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാവരും വെക്കേഷന് പോകുന്ന തിരക്കാണ്. ഇപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുന്ന ഒരു ടൈമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി. ഇതായിരുന്നു നമ്മുടെ ട്രോളി. നമ്മുടെ ട്രോളി എവിടെ? നമ്മുടെ ട്രോളി അവൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം നല്ല ചൂടാണല്ലോ ഇപ്പം. പിന്നെ നമ്മൾ അവിടുന്ന് ലസ്സി ഷോപ്പിലേക്ക് പോയി. ലസ്സി ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ, വീക്കെൻഡും കൂടെ ആയിരുന്നു. നമ്മളൊരു മാംഗോ പാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു സൺഡേ, മാംഗോ പാഷൻ ഫ്രൂട്ട് സൺഡേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇഷ്ടം പോലെ മാംഗോ ആണ് ഫസ്റ്റ് ലെയർ. അതിനുശേഷം 2 ലെയറിൻ്റെ 2 ഫ്ലേവേഴ്സിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അനൂപ് വാങ്ങിയതൊരു കുൽഫിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഇതാണ് വാങ്ങിയത്. എന്നിട്ട് നമ്മളവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. കാരണം ഭയങ്കര ചൂടായിരുന്നു. കഴിച്ച് ഒന്ന് തണുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ് ഇറങ്ങിയത്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.